ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പക്കോട. അപ്പോൾ ഇതിന് 1 കപ്പ് കടലമാവ്, 1 കപ്പ് അരിപ്പൊടി, പിന്നെ ഈ പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. വെളുത്തുള്ളി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ചതക്കണം. ചതച്ച് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം അരിച്ചെടുത്തത് വെച്ചാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിന് ആദ്യം ഒന്ന് ചതക്കണം. പിന്നെ ഈ വേപ്പില ഇത് എൻഡിൽ ഇതിൻ്റെ പുറത്ത് വറുത്തിടാനുള്ളത്. പിന്നെ നമ്മൾ ഇത് ഈ ചില്ലാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ പക്കാട ഉണ്ടാക്കാനായിട്ട്. ബാക്കിയെല്ലാം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പൊടികളെല്ലാം, പൊടിയും ഈ മുളക് പൊടിയും കടലമാവും എല്ലാം കൂടെ ചേർത്ത് ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ എല്ലാ പൊടിയും കൂടെ ഇട്ട് നമ്മൾ അരിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ, ആദ്യം നമ്മളൊരു 3/4 ടീസ്പൂൺ ഇടാം. 3/4 ടീസ്പൂൺ ഉപ്പിടുക. അപ്പോൾ നമ്മൾ എല്ലാ പൊടികളും കൂടെ അരിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി ചതച്ച് കലക്കി ആ വെള്ളം അരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറേശ്ശെ ഒഴിച്ച് ഇത് കലക്കുക. അപ്പോൾ ഇത് നമ്മൾ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ പരുവായിട്ടുണ്ട്. ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കിട്ടണം. അപ്പോൾ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നത് 3/4 കപ്പ് വെള്ളമാണ്. 1/2 കപ്പ് വെള്ളം പോരാണ്ട് വന്നു. നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് എണ്ണ. ഇപ്പോൾ ഇവിടെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വേണേലും ഉപയോഗിക്കാം. അപ്പോൾ ഈ ചില്ലിട്ട സേവനാഴിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. പക്ഷേ അതൊരു ഇച്ചിരി കൂടെ വേണ്ടി വന്ന് 1 ടീസ്പൂൺ ആക്കി. എണ്ണ ചൂടായിട്ടുണ്ട്. ആ ഒരു ചെറിയ കഷ്ണം ഇട്ട് നോക്കുമ്പോൾ നമുക്കറിയാം. അത് മതി. അത് മതി. അപ്പോൾ വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് പ്രിസർവ് ചെയ്ത് വെക്കാം. കുറച്ച് ദിവസമൊക്കെ ഇരുന്നോളും. കുപ്പിയുടെ അകത്ത് എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കുറച്ച് ദിവസങ്ങൾ ഇരുന്നോളും. നല്ല കറുമുറാന്നിരിക്കുന്നു. അതിൻ്റെ കരച്ചിൽ തീർന്ന് ഇപ്പം ഏകദേശം വേറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, തീ വളരെ കുറച്ചിടുന്നതല്ല. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കയറി ബ്രൗൺ കളറൊക്കെ ആവും. നമ്മുടെ ഈ ഇട്ട് കഴിയുമ്പോൾ ഉടനെ ഇങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ കേൾക്കും. അതൊരുമാതിരി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ കരച്ചിലൊക്കെ അങ്ങ് പോകും. നമ്മൾ അവസാനത്തെ മിനുക്കോണിയായിട്ട് കുറച്ച് വേപ്പില വറുത്ത് ഇതിലോട്ടിടുക. അവസാനത്തെ മിനുക്കോണി മാത്രമല്ല, ഇതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ഇങ്ങനെ ഒടിയണ വരുവാകുമ്പോൾ നമ്മൾ കോരി ഇതിലോട്ടിടുക. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് ഇട്ട് വെക്കാൻ പോകും. നമ്മുടെ പക്കാവടയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.